ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം നേടിയ ജാപ്പനീസ് ചിത്രം ഏതാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പാനീസ് ചിത്രമാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്. ജാപ്പനീസ് സംവിധായകനായ റിസുകെ ഹമാഗുച്ചിയാണ് സിനിമ സംവിധാനം ചെയ്തത്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം നേടിയത് ആരാണ്? ഷോക്കിർ ഗോലിക്കോവ്. ഉസ്ബെക്കിസ്ഥാൻ സംവിധായകനായ ഷോക്കിർ ഗോലിക്കോവാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം നേടിയത്. സൺഡേ എന്ന ചിത്രത്തിനാണ് ഷോക്കിർ ഗോലിക്കോവിന് പുരസ്കാരം ലഭിച്ചത്. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും സൺഡേ എന്ന ചിത്രം നേടി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്രം ഏതാണ്? തടവ്. തടവ് എന്ന മലയാള ചലച്ചിത്രത്തിനാണ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് തടവ്. ഈ ചിത്രത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും ഫാസിൽ റസാഖിന് ലഭിച്ചു. മികച്ച മലയാള നവാഗത സംവിധായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. ചിത്രം B32 മുതൽ 44 വരെ. മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തം കമാഡിക്കാണ്. ചിത്രം കേർവാൾ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ആട്ടം. ആട്ടം എന്ന മലയാള ചിത്രത്തിനാണ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത്. ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച മത്സര ചിത്രത്തിനുള്ള ഫിഫ്രസി പുരസ്കാരം ലഭിച്ചത് സ്പാനിഷ് സംവിധായകനായ ഫെലിപ്പെ കാർമോണയുടെ പ്രിസൺ ഇൻ ദി ആൻഡസ് എന്ന ചിത്രത്തിനാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ക്രിസ്റ്റോഫ് സനൂസി. പോളിഷ് സംവിധായകനായ ക്രിസ്റ്റോഫ് സനൂസിക്കാണ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനാണ് ക്രിസ്റ്റോഫ് സനൂസിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം പ്രകാശ് രാജ് മുഖ്യാതിഥിയും ക്യൂബൻ അംബാസഡർ അലഹാദ്രോ സിമാൻ കാസ്മറിൻ വിശിഷ്ടാതിഥിയും ആയിരുന്നു. ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഗൊറില്ല ഗ്ലാസുകൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയായ കോണിംഗ് ഇൻക് ഇന്ത്യയിൽ എവിടെയാണ് ഫാക്ടറി സ്ഥാപിക്കുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലാണ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഗൊറില്ല ഗ്ലാസുകൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയായ കോണിംഗ് ഇൻക് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത്. നിർമ്മാണ വേളയിൽ തന്നെ രാസപ്രവർത്തനങ്ങളാൽ ശക്തിപ്പെടുത്തിയ അലുമിനോ സിലിക്കേറ്റ് ആണ് ഗൊറില്ല ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. പോറൽ വീഴാനോ പൊട്ടാനോ സാധ്യത കുറവുള്ളതാണ് ഗൊറില്ല ഗ്ലാസുകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആദര സൂചകമായി എത്രാം നമ്പർ ജേഴ്സിയാണ് വിരമിച്ചതായി BCCI പ്രഖ്യാപിച്ചത്? 7ാം നമ്പർ ജേഴ്സി. ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി ഉപയോഗിച്ചിരുന്ന 7ാം നമ്പർ ജേഴ്സിയാണ് മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദര സൂചകമായി വിരമിച്ചതായി BCCI പ്രഖ്യാപിച്ചത്.
2007 2020, 2011 ഏകദിന ലോകകപ്പുകൾ നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ധോണി. സച്ചിൻ ടെണ്ടുൽക്കറുടെ 10ാം നമ്പർ ജേഴ്സിയും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇതുപോലെ വിരമിച്ചതായി BCCI പ്രഖ്യാപിച്ചിരുന്നു. അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ 2023 ലോക ചാമ്പ്യൻ പട്ടം നേടിയ കളിക്കാർ ആരൊക്കെയാണ്? പുരുഷ വിഭാഗത്തിൽ നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ ആര്യന സബലെങ്കയും. അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ 2023 ലോക ചാമ്പ്യൻ പട്ടം നേടിയ കളിക്കാരാണ് പുരുഷ വിഭാഗത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ ബെലറൂസിന്റെ ആര്യന സബലെങ്കയും. പുരുഷ ഡബിൾസിൽ ചാമ്പ്യൻ പട്ടം നേടിയത് ഇന്ത്യൻ വംശജനായ രാജീവ് റാമും ജോ സാൽസ്ബറി സഖ്യവുമാണ്. തുർക്കി ഫുട്ബോൾ ഫെഡറേഷൻ ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയ ഫുട്ബോൾ ക്ലബ് പ്രസിഡന്റ് ആരാണ്? ഫാറൂഖ് കൊച്ച. തുർക്കി ഫുട്ബോൾ ഫെഡറേഷൻ ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയ ഫുട്ബോൾ ക്ലബ് പ്രസിഡന്റാണ് ഫാറൂഖ് കൊച്ച. തുർക്കിയിലെ അങ്കാറഗുചു ക്ലബിന്റെ പ്രസിഡന്റാണ് ഫാറൂഖ് കൊച്ച. മത്സരത്തിനിടെ റഫറിയുടെ മുഖത്ത് ഇടിച്ചതിനാണ് ഫാറൂഖ് കൊച്ചയ്ക്ക് വിലക്ക് ലഭിച്ചത്. ലോകരാജ്യങ്ങൾക്കുള്ള ഭയം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? ഇറാൻ. ഇറാനാണ് ലോകരാജ്യങ്ങൾക്കുള്ള ഭയം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയടക്കം 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് പ്രഖ്യാപിച്ച രാജ്യം. ലോകത്തിനാകെയുള്ള ഇറാനോഫോബിയ, ഇറാനോടുള്ള ഭയം ഇല്ലാതാക്കി വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ ഇളവ് പ്രഖ്യാപിച്ചത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഗ്രൂപ്പ് ചെയ്യുന്ന പരിവാർ അക്കൗണ്ട് പദ്ധതി ആവിഷ്കരിച്ച ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഗ്രൂപ്പ് ചെയ്യുന്ന പരിവാർ അക്കൗണ്ട് പദ്ധതി ആവിഷ്കരിച്ച ബാങ്ക്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തുവാൻ തയ്യാറെടുക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ബ്രിട്ടനാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തുവാൻ തയ്യാറെടുക്കുന്ന രാജ്യം. ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും വലിയ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. ഇന്ദ്ര എന്നു പേരുള്ള സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത്. ഈ ബോട്ട് രാജ്യത്തെ ഏറ്റവും വലിയ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ്. ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സൗരോർജ ബോട്ടിന്റെ പേരെന്താണ്? ബരാക്കുഡ. ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത ബരാക്കുഡ എന്ന ബോട്ടാണ് രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സൗരോർജ ബോട്ട്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും കൊച്ചി ആസ്ഥാനമായ നവാൾട്ടും ചേർന്നാണ് ബരാക്കുഡ ബോട്ട് നിർമ്മിച്ചത്. കടലിലെ വേഗതയേറിയ മത്സ്യമായ ബരാക്കുഡയുടെ പേരാണ് ബോട്ടിന് നൽകിയിട്ടുള്ളത്. 2023 സാഹിത്യകാരൻ UA ഖാദർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? വൃന്ദ പാലാട്ട്. വൃന്ദ പാലാട്ടിനാണ് 2023 സാഹിത്യകാരൻ UA ഖാദർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ചിന്നിച്ചിതറിയ ഓർമ്മകൾ എന്ന ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പിനാണ് വൃന്ദ പാലാട്ടിന് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുമായി ഉണ്ടാക്കിയ സമുദ്ര കരാറിൽ നിന്നും 2023 ഡിസംബറിൽ പിന്മാറിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മാലിദ്വീപാണ് ഇന്ത്യയുമായി ഉണ്ടാക്കിയ സമുദ്ര കരാറിൽ നിന്നും 2023 ഡിസംബറിൽ പിന്മാറിയ രാജ്യം. മാലിദ്വീപിന്റെ സമുദ്രാതിർത്തിയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ നിന്നാണ് മാലിദ്വീപ് പിന്മാറിയത്. ഏത് കമ്പനിയുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ് കേന്ദ്ര സർക്കാർ അധിക സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയത്? സാംസങ്. സാംസങ് കമ്പനിയുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കാണ് കേന്ദ്ര സർക്കാർ അധിക സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയത്.
സാംസങ് ഫോണുകളിൽ സുരക്ഷാ പിഴവുകൾ ഉള്ളതിനാൽ വൈറസ് ആക്രമണവും ഹാക്കർമാരുടെ ആക്രമണവും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2023 MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞ ആരാണ്? ബോംബെ ജയശ്രീ. ബോംബെ ജയശ്രീക്കാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2023 MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്. ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിച്ച് പരിഹരിക്കുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയുടെ പേരെന്താണ്? മക്കളുടൻ മുതൽവർ. ജനങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിച്ച് പരിഹരിക്കുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയുടെ പേരാണ് മക്കളുടൻ മുതൽവർ. ജനങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഡിസംബർ 18 കോയമ്പത്തൂരിൽ നിന്നാണ് പരിപാടി ആരംഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.